ഗൈസ് നമസ്കാരം. ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എനിക്ക് രേണുസുതിയെക്കുറിച്ചാണ് പറയാനുള്ളത്. എപ്പോഴും ഞാൻ വിചാരിക്കും രേണുസുതിയെക്കുറിച്ച് ഒന്നും പറയണ്ട, വീഡിയോ ചെയ്യണ്ട എന്നൊക്കെ. പക്ഷേ ഇന്ന് എനിക്ക് അവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ, അതായത് ബിഗ് ബോസിൻ മത്സരാർത്ഥികളെ വെച്ചിട്ടുള്ള ഏഷ്യനെറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. അവരതിനകത്തിരുന്ന് തള്ളിവിടുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. അപ്പോൾ അവർ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് രണ്ട് മറുപടി കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഞാൻ കേട്ടു, അവർ വിദേശ പര്യടനം ഇൻ്റർനാഷണൽ ടൂർ ആയിട്ട് നടക്കുവാണ്. മിക്കവാറും അറബികളെ മലയാളം പഠിപ്പിക്കേണ്ടി വരും, മലയാളം പഠിപ്പിക്കുമെന്നൊക്കെ. ഇവരെന്താ വിചാരിക്കുന്നത്? ഇവരാണോ കേരളത്തിൽ ആദ്യമായിട്ട് ഈ വിദേശ പര്യടനത്തിനും ഒക്കെ പോയിട്ടുള്ള ആദ്യ ആള്? എന്തോ അറബികൾ ആദ്യമായിട്ടാണോ മലയാളികളെ കാണുന്നത്? രേണുസുതിയാണോ അറബികൾ ആദ്യമായിട്ട് കാണുന്നത്? അറബികൾക്കൊക്കെ ഒരുവിധം ബുദ്ധിയും നോളജും ഒക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. ഞാൻ 14 വയസ്സ് മുതൽ UAE-ലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. മാക്സിമം അവർക്ക് ഇംഗ്ലീഷ് പറയുന്നതാണ് ഇഷ്ടം, അവരുടെ ലാംഗ്വേജ് പോലും. അതായത് ആക്ച്വലി അവരുടെ അറബ് പോലും അവർക്ക് പറയുന്നത് ഇഷ്ടമല്ല. അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും പറയാനാണ് ഇഷ്ടം. നമ്മളൊക്കെ പോയിട്ട് അങ്ങോട്ട് അറബ് എന്തെങ്കിലും പറയാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മുടെ ഇങ്ങോട്ട് പറയും, ഞങ്ങൾ അങ്ങോട്ട് പറയും ഞങ്ങൾക്ക് കുറച്ച് അറബ് പഠിക്കാമെന്ന് പറഞ്ഞാൽ നോ നോ നോ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കൂ എന്ന് പറയും. കാരണം അവർക്ക് നമ്മളിൽ നിന്നും ഇംഗ്ലീഷ് കേൾക്കാനാണ് ഇഷ്ടം. ഇവർ പറയുന്നത് ഇവർ പോയിട്ട് മലയാളം പഠിപ്പിക്കുമെന്ന്. അറബികൾക്ക് ഒരുവിധം മലയാളമൊക്കെ അറിയാം, ഇവർ ചെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, കാണാത്തത് കാണുമ്പോൾ തോന്നാത്തത് തോന്നുമെന്ന്. അത്തരത്തിലാണ് അവർക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അത്തരം വിഡിത്തരമായ കാര്യങ്ങളൊക്കെയാണ് പബ്ലിക്കിൽ വന്നിട്ട് അറബികളെ നാണം കെടുത്തിയിട്ട് പറയാം, അറബികളെ മലയാളം പഠിപ്പിക്കുമെന്നും. ആദ്യം ഇവർ എന്തെങ്കിലും ഒന്ന് പഠിക്കും, ചോന് മലയാളം പറയാനോ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ഒന്നും ആദ്യം പഠിക്കും. അതൊന്നുമില്ല, ചുമ്മാ അങ്ങ് തള്ളിവിടാം. ഇവർ ചെന്നിട്ട് ഇനിയിപ്പം മലയാളം പഠിപ്പിക്കാൻ പോകും അറബികൾ കേൾക്കരുത്, മനസ്സിലായ? അവിടെ കയറാത്ത രീതിയിൽ ബാൻ അടിച്ചു വിടും. അറബികൾക്കൊന്നും ഇവരെയൊന്നും മലയാളം പഠിപ്പിക്കണ്ട. അവിടെ അവർക്കറിയാം എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് എന്നുള്ളത്. അവരുടെ നാട്ടിൽ ചെന്ന് ഇവരങ്ങോട്ട് മലയാളം പഠിപ്പിക്കാൻ അങ്ങോട്ട് ഓടിച്ചെല്ല്. എന്തൊരു കഷ്ടമാണ് ഈ പറയുന്നത്. പിന്നെ ഡയമണ്ട് മോതിരം കിട്ടി, ഡയമണ്ട് മോതിരം കാണിക്കുന്നത്. ലൈഫിൽ ഇതൊക്കെ ആദ്യമായിട്ട് ഇടുമ്പം ഇതൊക്കെ ഒരു അത്ഭുതം, വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. അതൊരു വേറെ സത്യം. അത് അവരുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം കാണുന്നത് കൊണ്ട് ഒരു അത്ഭുതമായിട്ട് തോന്നും. അപ്പം അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നിൽക്കൂ. അല്ലാതെ ഇത്തരം വിഡിത്തമായ കാര്യങ്ങളൊക്കെ വന്ന് വലിയ തമാശ പോലെ പറഞ്ഞിരുന്ന് രസിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. അവിടെ അറബികൾക്കൊന്നും ഇത്ര സാധനങ്ങളൊന്നും വേണ്ട. അവിടെ മൊറോക്കൻ ലേഡീസും ഒക്കെ ഒരുപാട് അടിപൊളി പെമ്പിള്ളാരൊക്കെ ഉണ്ട്. മലയാളികളിൽ തന്നെ ഒരുപാട് പെമ്പിള്ളാരുണ്ട്. ഈ കൊണാപ്പ് സാധനത്തിനൊന്നും അവിടെ അറബികൾക്ക് വേണ്ട, മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ രേണുസുതി, മനസ്സിലാക്കേ? ഓക്കെ.